ഹായ് എവരി വൺ. നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പീക്കിംഗ് ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് നമുക്ക് പേടിയൊന്നും കൂടാതെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാം, എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് കൂട്ടാം എന്നുള്ള ഈ 30 ഡേയ്സ് ഇംഗ്ലീഷ് പഠിക്കുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? പാസ്റ്റ് ഡേയ്സിൽ ഗ്രീറ്റിംഗ്സ് പഠിച്ചു, ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ഡെയിലി റൂട്ടീൻ പഠിച്ചു, ഹോബി പഠിച്ചു. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. കാണാത്തവരുണ്ട് എങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഇപ്പോൾ ഇവിടെ വരും, നിങ്ങളതൊന്ന് നോക്കണം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പഠിച്ച കാര്യങ്ങളുടെ ഒക്കെ തുടർച്ച എന്നോണം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളും എങ്ങനെ പറയാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറയ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയാൻ വേണ്ടി ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ആണ് ഇന്ന് നമ്മൾ. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഇത് ഒത്തിരി വട്ടം പറയേണ്ടതുമായ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നന്ദി പറയാനേ. അപ്പൊ നമുക്ക് പോകാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനമാണ് ഇഷ്ടമെന്ന് പറയണമെങ്കിൽ ഐ ലൈക്ക്, ആ സാധനത്തിന്റെ പേര് പറഞ്ഞാൽ മതി. ഐ ലൈക്ക് ആപ്പിൾ, എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ്. ഐ ലൈക്ക് ബനാന, എനിക്ക് ബനാന ഇഷ്ടമാണ്. ഐ ലൈക്ക് പെൻ, എനിക്ക് പേന ഇഷ്ടമാണ്. ഐ ലൈക്ക് ബിരിയാണി, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഒരു സാധനമാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ ലൈക്ക് പറയുക. അവിടെ നമ്മൾ എന്ത് പറയുക? ആ സാധനത്തിന്റെ പേര് പറയുക. ഇനി സബ്ജക്റ്റ് സിംഗുലർ, അതായത് ഷീ ആണ് എങ്കിൽ ഷീ ലൈക്സ്, ഹി ആണ് എങ്കിൽ ഹി ലൈക്സ്, രാജു ആണ് എങ്കിൽ രാജു ലൈക്സ്, എസ് കൂടി ചേർക്കുക. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നാണ് പറയണമെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ആപ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ബനാന, ഐ ഡോണ്ട് ലൈക്ക് റെയിൻ, ഐ ഡോണ്ട് ലൈക്ക് വാച്ച്, വാച്ച് എനിക്ക് ഇഷ്ടമല്ല. സത്യമാണ്, എനിക്ക് വാച്ച് അങ്ങനെ കിട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സാധനങ്ങൾ ഇഷ്ടമാണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് സബ്ജക്റ്റ് കൊടുത്തു, ലൈക്ക് കൊടുത്തു, ആ സാധനത്തിന്റെ പേര്. ഞാൻ പറയാണ് ഐ ലൈക്ക് റണ്ണിങ്, എനിക്ക് ഓടാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് സിംഗിങ്, എനിക്ക് പാടാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഡാൻസിങ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? വേർബ് ING ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചത്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയാണ് നമുക്കിഷ്ടം എന്ന് പറയണമെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ ING ഫോമിൽ ഇടണം. ഇനി ആ പ്രവൃത്തി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ഡോണ്ട് ലൈക്ക് കുക്കിംഗ്, എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് റീഡിങ്, എനിക്ക് റീഡിങ് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് പ്ലേയിങ്, എനിക്ക് കളിക്കുന്നത് ഇഷ്ടമല്ല. ക്ലിയർ ആയോ? അപ്പോ ഇത് ഷിയോ ഹിയോ, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മൾ ഇതിന്റെ ഇങ്ങനെ പറയണം, ഹി ഡസിന്റ് ലൈക്ക് എന്ന് പറയണം. ഹി ഡസിന്റ് ലൈക്ക്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇതേ, എനിക്ക് പാടാൻ ഇഷ്ടമാണ്. പെട്ടെന്ന് കമന്റ് ബോക്സ് ചെയ്തു അല്ലെ? എനിക്ക് പാടാൻ ഇഷ്ടമാണ്. ഇനി അടുത്തത്, എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. പെട്ടെന്ന് 2 സെന്റൻസും കൂടെ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. 1 2 3 പെട്ടെന്ന് ചെയ്തു അല്ലെ? എല്ലാവരും ഇത് കമന്റ്. ഒരാളോട് ചോദിക്കണം നിനക്കത് ഇഷ്ടമാണോ എന്ന്. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡു അല്ലെങ്കിൽ ഡസ് ചേർത്താൽ മതി. ഡു യു ലൈക്ക് കോഫി? കോഫി ഇഷ്ടമാണോ? പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഡു യു ലൈക്ക് കോഫി? കോഫി ഇഷ്ടമാണോ? പെട്ടെന്ന് ആൻസർ ചെയ്തോ. ഡു യു ലൈക്ക് റീഡിങ്? പെട്ടെന്ന്. റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? വായന ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മൈ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ? പെട്ടെന്ന് ചെയ്യേ. ഡു യു ലൈക്ക് മൈ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ? പെട്ടെന്ന് കമന്റ് ചെയ്യുക. അതാരും വിടാതെ കമന്റ് ചെയ്യണം. അപ്പൊ ക്ലിയർ ആയില്ലേ? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോണം, എന്റെ കുറച്ച് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് വരും കേട്ടോ. നിങ്ങൾ അതൊന്ന് കണ്ടു.
I like reading, but I don't like writing. Do you like reading? അപ്പോൾ നിങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളും ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് വീട്ടിൽ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോട് ഡെയിലി റുട്ടീൻ ഹോബിയൊക്കെ എൻ്റെ വാട്സപ്പിൽ വോയിസ് ആയിട്ട് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോരം പേര് അത് ചെയ്തത്. അതിന്റെ അർത്ഥം ഒത്തിരി പേര് ഇത് ആഗ്രഹത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒത്തിരി പേര് അത് ചെയ്തു കേട്ടോ, സന്തോഷം. അപ്പൊ ഇനി നിങ്ങൾ അത് ചെയ്യേണ്ട കേട്ടോ, കാരണം ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയില്ല. ഇനി പുതിയത് നിങ്ങൾക്ക് വരും കേട്ടോ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളും എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കണം, മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സുകളുടെ എല്ലാം കൂടിയിട്ട് നമ്മൾ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് സെക്ഷനിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ലൈവ് ക്ലാസ്സും കൂടി ഒന്ന് കൂടണം കേട്ടോ. അപ്പൊ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനകത്ത് ഇനി ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്താണോ ഇഷ്ടം ആ സാധനം ലൈക്ക് കഴിഞ്ഞിട്ട് പറയാം. ഇനി എന്തെങ്കിലും പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് എന്ന് പറയുക. ആ പ്രവൃത്തിയെ വേർബ് ING ഫോമിൽ ഇടുക. ക്ലിയർ? അപ്പൊ നമുക്ക് നിർത്തിയേക്കാം അല്ലെ. ക്ലാസ്സുകൾ നീളം കൂടി പോയാൽ തന്നെ മടുപ്പ് പിടിക്കും. അപ്പൊ എല്ലാവരോടും നന്ദി പറയുകയാണ്. ക്ലാസ് കേൾക്കുന്നതിനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഒക്കെ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.